ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇമെയിൽ ലൈഫ് കണ്ടാലോ. ഞായറാഴ്ച ഇട്ടതെടുക്കണം. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി രാവിലെ. എന്നിട്ട് ഫുഡ് കഴിക്കണ ക്ലിപ്പ് എൻ്റെ മിസ്സായിട്ടാ. എന്നിട്ട് റൂമൊക്കെ ഒന്ന് ഒതുക്കാൻ ആദ്യം ബെഡൊക്കെ ഒതുക്കി ടേബിൾ ഒതുക്കി. എന്നിട്ട് ഈ ടേബിളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടാ. പിന്നെ ഞാൻ റൂമൊന്ന് ഫുള്ളായിട്ട് അടിച്ചു വരികയുണ്ടായിരുന്നു. പിന്നെ എക്സാമാണ് 26-ാം തീയതി. അപ്പോൾ ഇനി വീഡിയോസൊക്കെ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. അങ്ങനെ റൂമൊക്കെ ഒന്ന് ഫുൾ അടിച്ചോരി കഴിഞ്ഞിട്ട് ഫ്രണ്ടും കൂടെ ഒന്ന് അടിച്ചോരി ഇട്ടാ. എന്നിട്ട് ഹാളിലത്തെ സോഫൊക്കെ ഒന്ന് വിരിച്ച് 2 സോഫയും കൂടെ വിരിച്ചിട്ട് ഹാളും ഫുള്ളടിച്ച് ബാക്കി അവിടെയുള്ള റൂമൊക്കെ അടിച്ചിട്ടാ. ഫറാസൊന്നും ഇല്ലായിരുന്നു കേട്ടപ്പോൾ. അവനൊക്കെ കളിക്കാൻ പോയേക്കായിരുന്നു. പിന്നെ എൻ്റെ ട്യൂഷനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളടിച്ചൊരു കഴിഞ്ഞ് ഉമ്മ റൂമിലത്തെ വേസ്റ്റ് കത്തിച്ചിട്ടാ. പിന്നെ ഞാൻ കാർ പോർച്ചും കൂടെ ഒന്ന് ഫുള്ളായിട്ട് അടിച്ചു വരണ്ടിട്ടാ. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളിക്കുമ്പോൾ ഈ ഡ്രസ്സാട്ടിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് തലക്കൊന്ന് നന്നായി തോർത്തിയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഇതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ടേബിൾ. അതിൻ്റെ ഇടയ്ക്ക് കസിൻ വന്ന് എനിക്ക് ഒരു അസൈൻമെൻറ്റ് ചെയ്ത് തരുമോയെന്ന് വെച്ചിട്ട്. അപ്പം അത് ചെയ്തിട്ടാ. പിന്നെ മാത്സ് ഉമ്മയ്ക്ക് കൊടുത്ത് എനിക്ക് നല്ല കണക്കിൽ കഴിവുള്ളതുകൊണ്ട് ഈ ഫ്രണ്ട് പേജിൻ്റെ ഐഡിയ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടുകൊണ്ട് കാണാത്തവരൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉച്ചയ്ക്ക് ചോറും തിന്ന് വൈകുന്നേരം 2 ഉണ്ണിയപ്പം നിന്ന് ടി വി ഒക്കെ കണ്ടിരുന്നിട്ടാ. ഇതാണ് ഞാൻ എപ്പോഴും കാണാറുള്ള കുറച്ച് ചാനൽസ്. കടൽ ക്ലൗഡ്, പിന്നെ ക്രാഫ്റ്റ് ലവേഴ്സിന് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ബ്രെഡും ജാമൊക്കെ തിന്ന്. പിന്നെ കസിന് അസൈൻമെൻറ്റൊക്കെ ചെയ്ത് കൊടുത്തതിൻ്റെ കുറച്ച് അലങ്കോലങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ടാണ്. ഇത് ഞാൻ നമ്മന്ന് ഉണ്ടാക്കിയെന്ന് പറിച്ചെടുത്തിട്ടാണ്. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഷെൽഫൊക്കെ ആകെ അലങ്കോലമായി കിടക്കണം. അപ്പോൾ ഞാൻ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ അകത്ത് പെയിൻറ്റും ഗ്ലൂവും ബ്രേസ്ലെറ്റ് സെറ്റും പിന്നെ സ്കെച്ചിൻ്റെ ആ ഒരു ഓർഗനൈസറും ജോമെട്രി ബോക്സൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ ഫുള്ളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. കുറേ പെയിൻറ്റ്സും പേസ്റ്റൽ പെയിൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഫുള്ള് വൃത്തിയാക്കി അവസാനം ഇതായിരുന്നു ലുക്ക്. എന്നിട്ട് ആ ഷെൽഫ് അടച്ച് അടിയത്തെ എൻ്റെ ബുക്ക് ഷെൽഫ് നോക്കി. അപ്പം അതിൻ്റെ അകത്ത് എൻ്റെ പഴയ ജേണൽ ബുക്ക് ഇരിക്കണം. അപ്പം അതിലത്തെ ജേണൽസൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇത് ഏപ്രിൽ മന്ത് ജേണലാട്ടോ. പിന്നെ അപ്പുറത്തുള്ള മൂഡ് ട്രാക്കറാണ്. പിന്നെ ഇതൊക്കെ സാധാ ഒരു ഡ്രോയിങ്സൊക്കെ കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്താട്ടോ. ഐഡിയ മീൻസ് കുറച്ച് അവിടെ നിന്നൊക്കെ കണ്ടൊക്കെ ഇട്ട് ഞാൻ ചെയ്താണ്. പിന്നെ കുറച്ച് ടാലി മാർക്സ് അതെന്തിനാ വരച്ചതെന്ന് പോലും അറിയില്ല. പിന്നെ മദർസയിൽ 5ലാണ് പഠിക്കണത്. അതിൻ്റെ ബുക്കാണത്. പിന്നെ വൈകുന്നേരം ഇപ്പോൾ രാവിലെ വിരിച്ചിട്ട ഡ്രസ്സൊക്കെ എടുത്ത് അപ്പുറത്താട്ടാ മദർസ. ഇതാണ് മദർസ. എന്നിട്ട് രാത്രിയായപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ആ എടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ച് ഫുള്ളായിട്ട്. എന്നിട്ട് ആ ബക്കറ്റൊക്കെ കൊണ്ടുവച്ച് പിന്നെ പഠിക്കാമായിരുന്നു കേട്ടോ. പഠിക്കാൻ മീൻസ് പഠിക്കാനുള്ളതൊക്കെ ഞാൻ ശനിയാഴ്ച തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അസൈൻമെൻ്റ് ആയിരുന്നു ചെയ്യാണ്ടായിരുന്നത്. അതിൻ്റെ 3 പേജ് ഞാൻ ചെയ്ത് 4ാമത്തെ പേജും കൂടെ എഴുതണമായിരുന്നു. ഞാൻ കൈ അഴിച്ചപ്പോൾ ബാക്കി വെച്ചാട്ടോ അത് 4ാമത്തെ പേജ്. പിന്നെ ഇതാണ് എൻ്റെ ഫ്ലോറൽ ക്ലിപ്പ്. ഒന്ന് കുറച്ച് അപ്പുറത്ത് പോകാനായിട്ട് പുറത്തിറങ്ങിയാട്ടോ മീനായിട്ട്. റൂമൊക്കെ ലോക്ക് ചെയ്ത് എന്നിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ഇരുന്ന് പഠിക്കാൻ. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം ഉണ്ടായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നിട്ട് സ്റ്റാപ്ലറും കൂടെ അടിച്ച് അസൈൻമെൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കി ഫയലിൽ കണ്ടിട്ട് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ മദർസയത്തെ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടാ. പടവുകൾ എന്ന് പറഞ്ഞ ബുക്കാണ്. നാളെ സ്വഭാവമായിരുന്നു. അപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ട് ആ ക്ലിപ്പൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഫറാസ് ടി വി ആണിരുന്നു കേട്ടോ. എന്നിട്ട് ഉമ്മയെ എന്തോ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ കൈ പൊട്ടിയോണ്ട് ഫറാസ് തേങ്ങ പൊളിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ടൈം ടേബിൾ എടുത്ത് വെക്കാനായിട്ട് എല്ലാ ബുക്ക് എടുത്ത് പുറത്ത് വെച്ചപ്പോൾ ബുക്ക് കണ്ണി കുത്തി. എന്നിട്ട് കുറേ ഇരുന്ന് കരഞ്ഞ് പിഴിച്ച്. പിന്നെ ആ കാണിച്ച കാർഡ്ബോർഡ് എൻ്റെ ഫ്രണ്ട് വന്ന് ഗിഫ്റ്റ് ആട്ടോ.
എന്നിട്ട് ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് ബാഗ് ഒക്കെ പൂട്ടി സൈഡിൽ വെച്ച് ബാക്കിയുള്ള ബുക്കൊക്കെ ഞാൻ ഷെൽഫിൽ അടക്കി വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ നാളേക്കുള്ള യൂണിഫോം തയ്ക്കണ്ടേ, അതിനായിട്ട് ടേബിളൊക്കെ നിവർത്തി അയൺ ബോക്സൊക്കെ ഓണാക്കിയപ്പോൾ വെള്ളമില്ല, ഉരുകണ പോലെ. അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ അവിടെ ഫുള്ള് പോയി ആകെ അലങ്കോലായി. അങ്ങനെ എല്ലാം ഒന്ന് തേച്ച് 3 ആളുടെയും തേച്ചിട്ടിട്ടാണ്. എന്നിട്ട് വാഷ്റൂമിൽ വെക്കാൻ ഫ്രഷ്നർ വെക്കാനായിട്ട് പാക്കറ്റ് പൊട്ടിച്ചതാണ്. നല്ല മണമായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ പാക്കറ്റ് കളഞ്ഞിട്ട് ഉമ്മയുടെ അടുത്തേക്ക് പോയി അടുക്കളയ്ക്ക് നോക്കുമ്പോൾ വെള്ളപ്പത്തിന് ബീട്രൂട്ട് തോന്നണം. അതിൻ്റെ അകത്ത് പിങ്ക് മാവും വെള്ളമാവും ഒക്കെ ഉണ്ട്. ഉമ്മി വീഡിയോ എടുക്കായിരുന്നിട്ട്. അപ്പോൾ അങ്ങനെ ഉമ്മയുടെ കുറച്ച് കുക്കിങ്ങൊക്കെ വീഡിയോ എടുത്തിട്ട് പിന്നെ കുറച്ച് തണുത്തവെള്ളം കുടിച്ച് കുപ്പിക്കാക്കിയിട്ട് റൂമിൽ കൊണ്ടുവച്ച് ടേബിൾമ. എന്നിട്ട് ബോർഡ് ജാറിൽ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അതിൻ്റെ അകത്തൊക്കെ ഓർഗനൈസ് ചെയ്യുക ടേബിളിൽ കിട്ടിയ വേറൊരു ടേബിളല്ല. നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ അടിയിൽ ഞാൻ എല്ലാം വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കുത്തി കയറ്റും. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഉമ്മയുടെ കുറച്ച് മുത്തൊക്കെ എനിക്ക് കിട്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ റൂമൊന്ന് കൂളാക്കാനായിട്ട് ജനലൊക്കെ അടച്ച് 2 സൈഡിലത്തെ. എന്നിട്ട് റൂമൊക്കെ കൂളാക്കുമ്പോഴേക്കിനും ഞാൻ താഴെ പായൊക്കെ വിരിച്ച്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.